മരിച്ച ഖബറോട് ചേരുമ്പോ ഇന്നൽ അബ്ദ ഇദാ വുദിഅ ഫിൽ ഖബരി ഖബറിലേക്ക് ഒരടിമയെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെല്ലാവരും പിന്തിരിഞ്ഞ് കഴിയുമ്പോ അതാഹു മലക്കാൻ രണ്ട് മലക്കുകൾ ഖബറിലേക്ക് ഇറങ്ങി വരുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ടൊരു ചിത്രം കാണിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഹൽ തഅരിഫുഹു, ഈ മനുഷ്യനെ അറിയുമോ? മുഅ്മിനായ മനുഷ്യൻ, നമസ്കാരങ്ങൾ ചിട്ടവെച്ച മുഅ്മിൻ, ഇബാദത്തുകൾ ചിട്ടവെച്ച മുഅ്മിൻ, വഅദിലൂടെ പരിവർത്തനം ഉണ്ടാക്കിയ മുഅ്മിൻ, ജീവിതത്തിൽ 5 വഖത്ത് നമസ്കാരങ്ങൾ ഇനിയുള്ള ജീവിതത്തിൽ മുടങ്ങൂല എന്ന് ഇൻഷാ അല്ലാഹ് പറഞ്ഞുകൊണ്ട് ഭീമാ ഉമ്മയുടെ പരിസരത്ത് വെച്ചുകൊണ്ട് വെള്ളിയാഴ്ച രാവിൽ റബീഉൽ അവ്വലിന്റെ മാസത്തിൽ ശപഥം ചെയ്തുകൊണ്ട് നിലകൊണ്ടതായ മുഅ്മിൻ, അവൻ നമസ്കരിച്ചവനാണ്, നോമ്പ് പിടിച്ചവനാണ്, സക്കാത്ത് കൊടുത്തവനാണ്, ഹജ്ജിന് സൗഭാഗ്യം കിട്ടിയവനാണ്, പാവങ്ങളുടെ കണ്ണീരപ്പിയവനാണ്, നിരാലംബരക്കവലംബമായവനാണ്. അവനാ ഖബറിൽ വെച്ചുകൊണ്ട് കാണുന്നതാകുന്ന ചിത്രത്തെ നോക്കിയിട്ട് പറയുമത്രേ, ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇതെന്റെ ഹബീബാണ്, ഇതെന്റെ ഹബീബാണ്, ഇതെന്റെ അനുരാഗമാണ്. മുഹമ്മദ് കി സീന, മുഹമ്മദ് കി सीरत सुने और सुनाए ये जीह चाहते. ഹബീബായ നബി തങ്ങളുടെ കഥ പറയാനാണ് എൻ്റെ ഹൃദയം വല്ലാതെ തുടിക്കുന്നത്. കാരണം ആ പ്രവാചകർ ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല, അസാധാരണ വ്യക്തിപ്രഭാവത്തിൻ്റെ ഉടമയാണ്. അനുരാഗത്തിൻ്റെ അലമാലകൾ കൊണ്ട് ആലിംഗനം ചെയ്ത് ചുടുചുംബനം കൊടുത്ത് കെട്ടിപ്പിടിക്കേണ്ട ഒരേ ഒരു നേതാവ് പരിശുദ്ധ ഖുബ്ബേ ഖദറാഇന്റെ ചുവട്ടിൽ ചുംബനം വെച്ചുറങ്ങുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ. മദ്ഹറുൽ തമ്മായ ഹബീബ് മുഹമ്മദ് മുസ്തഫ, സാദിഖുൽ മസ്തൂഖായ ഹബീബ് മുഹമ്മദ് മുസ്തഫ, ശഫീഉൽ മുദ്നിബീനായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. ആ പ്രവാചകരുടെ ചിത്രം കണ്ടുകൊണ്ട് ഇതെന്റെ ഹബീബാണ്, ഈ പ്രവാചകരെയാണ് ഞാൻ ഇഷ്ടം വെച്ചത്, ഇത് ആശിഖാണ്, ഞാൻ ആ പ്രവാചകന്റെ ആശിഖാണെന്ന് പറയുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളേവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്, നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. سبحان ربي العلي الأعلى الوهاب. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال، وحمدا بقدر كمالك وعظمة ذاتك دائما بدوام ملكك يا الله. سبحان الأبدي الأبدي، سبحان الواحد الأحد، سبحان الفرد الصمد، سبحان رافع السماء بغير عمد، سبحان من بسط الأرض على الماء فجمد، سبحان من خلق الخلق وحصاهم عددا، سبحان من قسم الأرزاق ولم ينس أحدا، سبحان من لم يتخذ صاحبة ولا ولدا، سبحان من لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل وسلم وبارك على سيدنا محمد، شجرة الأصل النورانية ولمعة القبضة الرحمانية وأفضل الخليقة الإنسانية وأشرف صورة الجسمانية ومعدن الأسرار الربانية وخزائن العلوم الاصطفائية، صاحب القبضة الأصلية والبغدة السنية والرتبة العلية، من
وإن درجت النبيون تحت لوائه فهم منه وإليه وبارك وصل وسلم عليه وعلى آله عدد ما خلقت ورزقت وأمت وأحييت إلى يوم تبعث من أفنيت برحمتك يا الله ويا أرحم الراحمين أرحم الراحمين يا الله ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ് ഈ സംഗമം നീ കബൂലാക്കണേ അല്ലാഹ് ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ് ഭീമാപ്പള്ളിയുടെ പരിസരത്ത് ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാർ സഹോദര സഹോദരിമാർ ഓൺലൈനിലൂടെ കടന്നു വന്നിട്ടുള്ള റൂഹി ബയാൻ കുടുംബാദികൾ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള സർവ്വവിധ പാപങ്ങളും നീ വിട്ടുപുറത്ത് അഫ്വ് ചെയ്യണേ അല്ലാഹ് ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്നാക്കണേ അല്ലാഹ് ഹൃദയത്തിൽ നഖന്തയെ നീക്കം ചെയ്യണേ അല്ലാഹ് അഹങ്കാരത്തെ നീക്കണേ അല്ലാഹ് ലോകമാന്യത നീക്കണേ അല്ലാഹ് നിന്റെ മഅരിഫത്താകുന്ന നൂറ് കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ സംശുദ്ധമാക്കണേ അല്ലാഹ് ഒരുപാട് ആളുകൾ ഖൈറായ നിയ്യത്ത് വെച്ചുകൊണ്ട് ഈ മജ്ലിസിൽ വന്നവരാണ് റഹ്മാനേ ഇവിടെ അടങ്ങിയിരിക്കുന്നതാകുന്ന പ്രിയപ്പെട്ട ഉമ്മ ഭീമാ ഉമ്മ റളിയല്ലാഹു അൻഹാ മഹദി അവരുടെയും അവരുടെ പ്രിയപ്പെട്ട മകന്റെയും പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് കടന്നു വന്നവരാണ് അല്ലാഹ് അവരുടെ ദറജ ഉയർത്തണേ അല്ലാഹ് അവരുടെ മദദ് നൽകണേ അല്ലാഹ് അവരുടെ ഹിഫ്ള് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് അവരുടെ ഹിമായത്ത് നൽകണേ അല്ലാഹ് അവരുടെ തണലിലായി ജീവിതം ഞങ്ങൾക്ക് സാധ്യമാക്കണേ അല്ലാഹ് അവരുടെ തണലിലായി മരണവും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് ഈ ഭീമാപ്പള്ളിയുടെ പരിസരങ്ങളിൽ അന്തിവിശ്രമം ചെയ്യുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുണ്ട് അവരുടെ ദറജ നീ ഉയർത്തണേ അല്ലാഹ് ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട് ബന്ധുമിത്രാദികളുണ്ട് കൂട്ടുകുടുംബാദികളുണ്ട് സഹജനങ്ങളുണ്ട് സുഹൃത്തുക്കളുണ്ട് അയൽവാസികളുണ്ട് മരണപ്പെട്ടു പോയ സർവരുടെയും ദറജ ഉയർത്തണേ അല്ലാഹ് അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാഹ് സ്വർഗീയ വിരിപ്പ് ഖബറിൽ വിരിച്ചു കൊടുക്കണേ അല്ലാഹ് സ്വർഗീയ വസ്ത്രം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ് എല്ലാവരുടെയും ദറജ ഉയർത്തണേ അല്ലാഹ് അവരുടെ ഖബർ ജീവിതം റാഹത്താക്കണേ അല്ലാഹ് സ്വർഗീയ വിരിപ്പ് ഖബറിൽ വിരിച്ചു കൊടുക്കണേ അല്ലാഹ് സ്വർഗീയ വസ്ത്രങ്ങൾ അണിയിക്കണേ അല്ലാഹ് സ്വർഗീയ ഭക്ഷണങ്ങൾ നൽകണേ അല്ലാഹ് സ്വർഗീയ പാനീയങ്ങൾ പാനം ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ് ഞങ്ങളെയും അവരെയും നാളെ നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിപ്പിക്കണേ അല്ലാഹ് അല്ലാഹു ഈ മജ്ലിസിൽ വന്ന് ചേർന്നതാകുന്ന മുഴുവൻ ഉമ്മ പെങ്ങന്മാർ ഒരുപാട് ഖൈറായ ലക്ഷ്യങ്ങളുണ്ട് നീ നിറവേറ്റി തരണേ അല്ലാഹ് പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് നീ ശമനം നൽകണേ അല്ലാഹ് ക്യാൻസർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ശമനം നൽകണേ അല്ലാഹ് കൊളസ്ട്രോൾ ഷുഗർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ശമനം നൽകണേ അല്ലാഹ് പ്രഷർ ബാധിതരുണ്ട് ശമനം നൽകണേ അല്ലാഹ് കൈകാലുകൾ വേദനയുള്ളവരുണ്ട് ശമനം നൽകണേ അല്ലാഹ് മുട്ടിന് തേയ്മാനമുള്ളവരുണ്ട് ശമനം നൽകണേ അല്ലാഹ് ഊരവേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ശമനം നൽകണേ അല്ലാഹ് ഡിസ്കിന് പ്രോബ്ലം ഉള്ളവരുണ്ട് ശമനം നൽകണേ അല്ലാഹ് ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോയവരുണ്ട് നീ തിരിച്ചു നൽകണേ അല്ലാഹ് ചിന്താശക്തി തിരിച്ചു നൽകണേ അല്ലാഹ് കണ്ണിന്റെ കാഴ്ചശക്തി കുറഞ്ഞു പോയവരുണ്ട് പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയവരുണ്ട് നീ തിരിച്ചു നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ് കാതിന് കേൾവി ശക്തി നഷ്ടപ്പെട്ടു പോയവരുണ്ട് നീ തിരിച്ചു നൽകണേ അല്ലാഹ് ജനിച്ചിട്ട് വർഷങ്ങളായി സംസാര വൈഭവമില്ലാത്ത മക്കളുമായിട്ട് നേർച്ച നേർന്നുകൊണ്ട് ഇറങ്ങുന്ന എത്രയോ പാവപ്പെട്ട ഉമ്മമങ്ങന്മാരുണ്ട് അല്ലാഹുവേ ഇവിടെ അടങ്ങിയിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മയുടെ ബറക്കത്തുകൊണ്ട് ആ മക്കൾക്ക് പരിപൂർണമായ സംസാര വൈഭവം നീ നസീബാക്കണേ അല്ലാഹ് എത്രയോ
കറാമത്തുകൾ ഇവിടുന്ന് വ്യക്തമായി കാണിച്ചിട്ടുള്ളതാണ്. മഹദി അവറുകളെ മുൻനിർത്തി ഞങ്ങൾ തവസ്സുലാക്കുന്നു. അല്ലാ, നീ പരിപൂർണമായ ശിഫാ നസീബാക്കണേ അല്ലാ. അസുഖബാധിതർ തന്നെ ഒരുപാട് ആളുകൾ അസുഖങ്ങൾ മാറിയിട്ട് പോലും അതിൻ്റെതാകുന്ന സിംറ്റംസുകൾ ഇപ്പോഴും കാണിച്ചുകൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. നീ പരിപൂർണമായ ശിഫാ നസീബാക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിത നിലവാരം നീ മെച്ചപ്പെടുത്തണേ അല്ലാ. ജീവിത നിലവാരം മെച്ചപ്പെടുത്തണേ അല്ലാ. ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ ജോലി നൽകണേ അല്ലാ. ഉള്ള ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാ. പ്രവാസികളാകുന്ന സഹോദര സഹോദരിമാരുണ്ട്, ഖൈറിന്റെ കവാടങ്ങൾ തുറക്കണേ അല്ലാ. ലൈസൻസ് കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്, നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഇഖാമയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പ്രവാസ ലോകത്തേക്ക് വിസിറ്റിംഗ് വിസയുമായി ചെന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ട് പോലും തിരിച്ചു വരാനുള്ള സമയമായിട്ട് പോലും ജോലി കിട്ടാതെ വിഷമിക്കുന്ന ഒരുപാട് ഇന്റർവ്യൂവിൽ പങ്കെടുത്ത് കഴിയുന്നതാകുന്ന പാവപ്പെട്ട സഹോദരങ്ങൾ, നൊമ്പരങ്ങൾ പറഞ്ഞവരുണ്ട്, റുഹേ ബയാനിലൂടെ പങ്കുവെച്ചവരുണ്ട്. അവരുടെ എല്ലാവരുടെയും വിഷമങ്ങൾ, പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. ഖൈറായ ജോലി നൽകണേ അല്ലാ. ഉള്ള ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ബിസിനസ് ചെയ്യുന്നവരുണ്ട്, നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. കടലിന്റെ ആഴിയിലേക്ക് പോയി മത്സ്യബന്ധനത്തിന് പോകുന്നവരുണ്ട്, നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. ഈ വെള്ളിയാഴ്ചയുടെ ബറക്കത്ത് കൊണ്ട്, ഈ ഒരുമിച്ച് കൂടിയ 1000 വിശ്വാസികളുടെ ബറക്കത്ത് കൊണ്ട്, പരിശുദ്ധ റസൂലുള്ളാഹിയോടുള്ള മഹബ്ബത്ത് മാത്രമാണ് ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത് റബ്ബേ. ഈ മുത്തഖീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സാമ്പത്തികമായിട്ടുള്ള ഭദ്രത നൽകണേ അല്ലാ. വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ വീട് നൽകണേ അല്ലാ. ഉള്ള വീടുകൾ ബറക്കത്ത് നൽകണേ അല്ലാ. വർഷങ്ങളായി വാടക വീട്ടിൽ വസിക്കുന്നവരുണ്ട്, സ്വന്തമായൊരു വീട് നൽകണേ അല്ലാ. അനുയോജ്യരായ ഇണകളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നൽകിയിട്ടുള്ള ഇണകളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, സാലിഹും സാലിഹത്തുമായ സന്താനങ്ങൾ നൽകണേ അല്ലാ. നൽകിയിട്ടുള്ള മക്കളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. ബറക്കത്ത് ചൊരിയണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ ഹാഫിളീങ്ങളിൽ ആലിമീങ്ങൾ ചേർക്കണേ അല്ലാ. മുഹമ്മദ് എന്ന നാമത്തോട് ഇഷ്ടം വെക്കുന്ന മുത്തഖീങ്ങളാക്കണേ അല്ലാ. ആ പ്രവാചകരോടുള്ള പ്രേമവും അനുരാഗവും ഞങ്ങളുടെ ഹൃദയത്തിൽ നീ ഏറ്റി നൽകണേ അല്ലാ. അവിടുത്തെ പൊരുത്തം നൽകണേ അല്ലാ. അവിടുത്തെ മദദ് നൽകണേ അല്ലാ. അവിടുത്തെ ഹിഫ്ളും ഹിമായത്തിലുമായി ഞങ്ങളുടെ ജീവിതം വഴി നടത്തണേ അല്ലാ. ആ പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലി ചൊല്ലി പരിശുദ്ധ പ്രവാചകന്റെ മുഖകമലം നനവിലും കനവിലും കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. കണ്ട് കണ്ട് പരിചയിച്ചതാകുന്ന പൂമുഖത്തെ ഒന്ന് ചുംബിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. നാളെ മരിച്ച ഖബറോട് ചേരുമ്പോ ഇന്നൽ അബ്ദ ഇദാ വുദിഅ ഫിൽ ഖബരി, ഖബറിലേക്ക് ഒരടിമയെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെല്ലാവരും പിന്തിരിഞ്ഞ് കഴിയുമ്പോ അതാഹു മലക്കാൻ, 2 മലക്കുകൾ ഖബറിലേക്ക് ഇറങ്ങി വരുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ടൊരു ചിത്രം കാണിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഹൽ തഅരിഫുഹു, ഈ മനുഷ്യനെ അറിയുമോ? അറിയുമോ? മോമിനായ മനുഷ്യൻ, നമസ്കാരങ്ങൾ ചിട്ടവെച്ച മോമിൻ, ഇബാദത്തുകൾ ചിട്ടവെച്ച മോമിൻ, വഅദിലൂടെ പരിവർത്തനം ഉണ്ടാക്കിയ മോമിൻ, ജീവിതത്തിൽ 5 വഖത്ത് നമസ്കാരങ്ങൾ ഇനിയുള്ള ജീവിതത്തിൽ മുടങ്ങൂല എന്ന് ഇൻഷാ അല്ലാഹ് പറഞ്ഞുകൊണ്ട് ഭീമാ ഉമ്മയുടെ പരിസരത്ത് വെച്ചുകൊണ്ട് വെള്ളിയാഴ്ച രാവിൽ റബീഉൽ അവ്വലിന്റെ മാസത്തിൽ ശപഥം ചെയ്തുകൊണ്ട് നിലകൊണ്ടതായ മോമിൻ, അവൻ നമസ്കരിച്ചവനാണ്, നോമ്പ് പിടിച്ചവനാണ്, സക്കാത്ത് കൊടുത്തവനാണ്, ഹജ്ജിന് സൗഭാഗ്യം കിട്ടിയവനാണ്, പാവങ്ങളുടെ കണ്ണീരപ്പിയവനാണ്, നിരാലംബരക്കവലംബമായവനാണ്. അവനാ ഖബറിൽ വെച്ചുകൊണ്ട് കാണുന്നതാകുന്ന ചിത്രത്തെ നോക്കിയിട്ട് പറയുമത്രേ, ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ്.
ഇതെന്റെ ഹബീബാണ്, ഇതെന്റെ ഹബീബാണ്, ഇതെന്റെ അനുരാഗമാണ്. മുഹമ്മദ് കി സീന മുഹമ്മദ് की सीरत सुने और सुनाए ये जीह चाहते. ഹബീബായ നബി തങ്ങളുടെ കഥ പറയാനാണ് എൻ്റെ ഹൃദയം വല്ലാതെ തുടിക്കുന്നത്. കാരണം ആ പ്രവാചകർ ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല, അസാധാരണ വ്യക്തിപ്രഭാവത്തിൻ്റെ ഉടമയാണ്. അനുരാഗത്തിൻ്റെ അലമാലകൾ കൊണ്ട് ആലിംഗനം ചെയ്ത് ചുടുചുംബനം കൊടുത്ത് കെട്ടിപ്പിടിക്കേണ്ട ഒരേ ഒരു നേതാവ് പരിശുദ്ധ ഖുബ്ബേ ഖദറാഇന്റെ ചുവട്ടിൽ ചുംബനം വച്ചുറങ്ങുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ. മദ്ഹറുല്ലതമായ ഹബീബ് മുഹമ്മദ് മുസ്തഫ, സാദിഖുൽ മസ്തൂഖായ ഹബീബ് മുഹമ്മദ് മുസ്തഫ, ശഫീഉൽ മുദ്നിബീനായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. ആ പ്രവാചകരുടെ ചിത്രം കണ്ടുകൊണ്ട് ഇതെന്റെ ഹബീബാണ്, ഈ പ്രവാചകരെയാണ് ഞാൻ ഇഷ്ടം വെച്ചത്, ഇത് ആശിഖാണ്, ഞാൻ ആ പ്രവാചകന്റെ ആശിഖാണെന്ന് പറയുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളേവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ, നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഹബീബായ നബി തങ്ങളെ കാണുമ്പോൾ, ആ പ്രവാചകന്റെ മുഖകമലം ദർശനം നൽകുമ്പോ തിരിച്ചറിയണമെങ്കിൽ മുഅ്മിനേ, ഈ ദുനിയാവിൽ നീ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് റസൂലുള്ളാഹിയെ വരവേൽക്കണേ. നമസ്കരിക്കുന്നതിനോടൊപ്പം, നോമ്പ് പിടിക്കുന്നതിനോടൊപ്പം, പരിശുദ്ധ റബീഉൽ അവ്വൽ അലങ്കരിക്കുന്നതിനോടൊപ്പം ആ പ്രവാചകരോടുള്ള മഹബ്ബത്ത് നിന്റെ ഹൃദയത്തിൽ നിന്ന്, നിന്റെ നാവിലൂടെ സ്വലാത്തിന്റെ പഴയായി വർഷിക്കണേ, വർഷിക്കണേ. സ്വലാത്തിന്റെ മഴ വർഷിക്കണം. അതൊരു പേമാരിയായി, അത് പരിശുദ്ധ പ്രവാചകന്റെ തിരുസവിധത്തിലേക്ക്, അത് ഖുബ്ബേ ഖദറാഇന്റെ ചുവട്ടിലേക്ക് ഒരു തെന്നൽ കാറ്റായി പരിലളിക്കണം. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ചൊല്ലിക്കോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ നാമം കേൾക്കുമ്പോൾ കേട്ടിട്ട് സലാത്ത് ചെല്ലാത്തവനാണ് ലോകം കണ്ട ഏറ്റവും വലിയ ലുബ്ധനെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. വീടിന്റെ ഉമ്മറപ്പടിയിൽ വന്നുകൊണ്ട് സമ്പത്ത് ചോദിച്ചിട്ടും അവന് കൊടുക്കാത്തവനല്ല ലോകം കണ്ട ഏറ്റവും വലിയ ലുബ്ധൻ, ഏറ്റവും വലിയ പിശുക്കൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ നാമം കേട്ടിട്ട് അതിന് മറുപടി നൽകാതെ സ്വലാത്ത് ചൊല്ലാതെ നിലകൊള്ളുന്നവനാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ട് ഉറക്ക സ്വലാത്ത് ചൊല്ലണേ. ഈ വെള്ളിയാഴ്ച രാവ് ഔലിയാക്കളിൽ പ്രമുഖരായ, മഹിളകളിൽ മഹതിയായ ബീമാ ഉമ്മയുടെ തിരുസവിധത്തിൽ നിന്ന് റസൂലുള്ളാഹിയുടെ ഹദറത്തിലേക്ക് പോകട്ടെ ഒരു സുന്ദരമായ മാരുതൻ, ഒരു സുന്ദരമായ സ്വലാത്തിന്റെ കാറ്റ് പോകട്ടെ. ചൊല്ലിക്കോ മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസഖലൈനി വൽ ഫരീഖൈനി മിൻ ഉറുബിൻ വമിൻ അജമി മൗലായ സ്വല്ലി വസല്ലിം ദാഇമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അല്ലാഹുവേ, റസൂലുള്ളാഹിയോടുള്ള ഇഷ്ഖ് അത് ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ച് നൽകണേ അല്ലാ. ആ ഇഷ്ഖ് മാത്രം കൊണ്ട് വിജയിക്കാൻ സാധിക്കുമോ? സാധിക്കുമെന്നാണ് സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസ് നിങ്ങൾക്കറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാണ്, മതസ്സാഅതു യാ റസൂലല്ലാഹ്, എപ്പോഴാണ് റസൂലേ ലോകാവസാനം ഹബീബേ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, മാദാ അഅദത്ത ലഹാ,
ആ ലോകാവസാനത്തിന് വേണ്ടി നീ എന്താണ് തയ്യാർ ചെയ്തിട്ടുള്ളത്? ഉടനെ റസൂലുള്ളാഹിയോട് ആ അനുയായി പറഞ്ഞത് അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. ആ സ്വഹാബി വര്യനെ പറയുകയാണ്, ലാ ശയ്യ, ഒന്നുമില്ല റസൂലേ, ഒന്നുമില്ല റസൂലേ, ഗൈറ അന്നീ ഉഹിബ്ബുല്ലാഹ വറസൂലഹു, ഇല്ലെങ്കിലും ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിനെയും അല്ലാഹുവിനെയും ഇഷ്ടം വെക്കുന്നവനാണ്, അതല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴും അല്ലാഹുവിൻ്റെ റസൂല് പറയുകയാണ്, അന്ത മഅമൻ അഹബബ്ത, നീ ആരെയാണോ ഇഷ്ടപ്പെട്ടത് അവരോടൊപ്പമായിരിക്കും നാളെ സ്വർഗത്തിലെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അനസ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവിയായ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ ഫരിഹ്നാ ബിശൈഇൻ ഫറഹനാ ബിഖൗലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളെ സന്തോഷിച്ചതായ ഒരു വാക്ക് ലോകത്ത് ഇതുപോലെ ഉണ്ടായിട്ടില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, അന്ത മഅമൻ അഹബബ്ത, നീ ആരെയാണോ ഇഷ്ടം വെക്കുന്നത് അവരോടൊപ്പമാണ്, അവരോടൊപ്പമാണ്. അനസ് റളിയല്ലാഹു അൻഹു എന്നിട്ട് പറയുകയാണ്, ഫൈനി അന ഉഹിബ്ബുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിനെ ഇഷ്ടം വെക്കുന്നവനാണ്. വ അബൂബക്കറിൻ വ ഉമറ, അബൂബക്കറിനെയും റളിയല്ലാഹു അൻഹു, വ ഉമറ, ഉമർ ബിൻ ഖത്താബ് തങ്ങളെയും ഇഷ്ടം വെക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവരോടൊപ്പം എത്തും തീർച്ചയാണ്. ഫൈനി ഉഹിബ്ബുഹും, ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നുണ്ട്. വലൈസ ലീ അമലുൻ, എനിക്ക് അമലില്ല ബിമിസ്ലിഹിം, അവരെ പോലെ, പക്ഷേ എനിക്ക് അവരോടുള്ള മഹബ്ബത്തുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞതല്ലേ, ആരെയാണ് പ്രിയം വെക്കുന്നത് അവരോടൊപ്പം സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണ്. ഞാൻ പ്രിയം വെക്കുന്നത് കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അതുകൊണ്ട് എനിക്ക് വിഷമമില്ല, വിഷമമില്ല, ഞാൻ സന്തോഷിക്കുകയാ. കാരണം എനിക്ക് സ്വർഗം പുൽകാൻ ആ ഒരു ഇഷ്ടം മാത്രം മതി. ഭീമാ പള്ളിയിലുള്ള പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആയിരക്കണക്കിന് വിശ്വാസികളോട് സ്നേഹത്തോടുകൂടി കുമ്മനം ഉസ്താദിന് ഉറപ്പെടുത്താനുള്ളത്, റൂഹേ ബയാനിൽ ഒരുമിച്ച് കൂടിയ എൻ്റെ പ്രിയപ്പെട്ടതാകുന്ന സഹോദര സഹോദരിമാരോട് സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, പ്രവാസികളാകുന്ന ചെറുപ്പക്കാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മളെ പ്രേമിക്കേണ്ടതും നമ്മൾ ഇഷ്ടം വെക്കേണ്ടതും ഈ ദുനിയാവിലുള്ള ഏതെങ്കിലും ചരക്കുകളെയല്ല, ഏതെങ്കിലും സിനിമാ നടനെയോ നടിയെയോ അല്ല, സൗന്ദര്യത്തിന്റെ സ്വരൂപമായ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെക്ക് പൊന്നുമോളെ, പൊന്നുമോനെ. ആ റസൂലുള്ളാഹിയോടൊപ്പം നാളെ സ്വർഗത്തിൽ നമുക്ക് ശാശ്വതത്വമാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ഒരുപാട് അമലൊന്നും ഞങ്ങൾക്കില്ല റബ്ബേ, ഞങ്ങൾക്ക് അവകാശപ്പെടാനില്ല. നിസ്കാരമൊന്നും ശരിയല്ല, നോമ്പൊന്നും കറക്റ്റല്ല, സകാത്തൊന്നും കറക്റ്റല്ല, ഹജ്ജ് പോലും ചെയ്യാത്ത പാപങ്ങൾ പോലും, മീൻ ബന്ധം നടത്തുന്ന, മത്സ്യബന്ധനം നടത്തുന്ന പാവപ്പെട്ട സഹോദരങ്ങൾ വരെ ഈ മജ്‌ലിസിലുണ്ട്. അവരുടെ കുടുംബിനികളെ തൊട്ടപ്പുറത്തിരുന്നു കണ്ട് കണ്ണീർ വാർക്കുന്നുണ്ട്. കുടിലുകൾ വസിക്കുന്നവരാണ്, പക്ഷെ ഞങ്ങൾക്ക് വരുന്നുണ്ട്. അത് നിന്റെ ഹബീബിനോടുള്ള മഹബ്ബത്താണ്. ആ മഹബ്ബത്ത് മുഖേന ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ, നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഈ സദസ്സ് സംഘടിപ്പിച്ചതാകുന്ന ഇതിന്റെ സംഘാടക സമിതി, കമ്മിറ്റി ഭാരവാഹികൾ, ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ സഹോദര സഹോദരിമാർ, മുൻ
കഴിഞ്ഞു പോയിട്ടുള്ള കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവർക്കും നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. മരണപ്പെട്ടു പോയവരുടെ ദറജ ഉയർത്തണേ അല്ലാ. അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. ഞങ്ങൾക്ക് ആത്മീയത പറഞ്ഞു തന്ന ഒരുപാട് ഖതീബിമാർ ഞങ്ങളുടെ മിമ്പറിൽ നിന്നുകൊണ്ട് ഗർജിക്കുന്ന പ്രഭാഷണം നടത്തി ആത്മീയതയുടെ തേരോട്ടം നടത്തിയ സമുന്നതരാകുന്ന ഉലമാക്കളുണ്ട്. മരണപ്പെട്ടു പോയവർക്കെല്ലാം നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ ഈ പള്ളിയുടെ സബ്ബിലുള്ള മുഴുവൻ പള്ളികളിലും ഇമാമിങ്ങളുണ്ട്, മദ്രസയിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാരുണ്ട്, അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, വിദ്യാർത്ഥിനികളുണ്ട്, അവരെ പറഞ്ഞുവിടുന്ന മാതാപിതാക്കളുണ്ട്. ഈ മഹല്ലത്തിൽ 10-25,000-ഓളം ജനങ്ങളുണ്ട്. എല്ലാവർക്കും ഇവിടെ ഒരുമിച്ച് കൂടിയതാകുന്ന സർവ്വവിശ്വാസിനികൾക്കും ഇവിടുത്തെ ഉമ്മയുടേതാകുന്ന പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് കടന്നു വരുന്നതാകുന്ന ഇതര സമുദായത്തിലെ സഹോദര സഹോദരിമാർക്കടക്കം മരണപ്പെട്ടു പോയ ഞങ്ങളുടെ സർവ്വ കുടുംബാദികൾക്കും ഞങ്ങളുടെ കമ്മിറ്റി ഭാരവാഹികളിൽ നിന്ന് അടുത്തിടെ മരണപ്പെട്ടു പോയതാകുന്ന മാതാപിതാക്കൾ ബന്ധുമിത്രാദികളടക്കം ഈ അടുത്ത ദിവസം വരെ മരണപ്പെട്ടു പോയതാകുന്ന വ്യക്തികൾ, ഇന്ന് ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിലുള്ള അബ്ദുൽ കലാം സാഹിബിന്റെ പ്രിയപ്പെട്ടതാകുന്ന കുടുംബമടക്കം മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട ഉപ്പടക്കം എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. നീ മർഹമത്ത് നൽകണേ അല്ലാ. ഞങ്ങളെയും അവരെയും നാളെ നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ ഉറക്കെ ചൊല്ലണേ. നമുക്കൊരു സലാത്തിന്റെ കടപ്പാടുണ്ട്. ആരെങ്കിലും വെള്ളിയാഴ്ച രാത്രിയിൽ ഒരു സലാത്ത് ചൊല്ലിയാൽ അവന്റെ നാമം അല്ലാഹു മലക്കുകൾ മുഖേന രേഖപ്പെടുത്തുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് മടിക്കണ്ട. ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഹബീബ് മുഹമ്മദ് മുസ്തഫ. നൂറു की जलवा, नूरू की झलका, नूरू की महफिल जा मदीना, तुझे सलाम. പ്രകാശത്തിന്റെ പ്രഭാവലയം തീർക്കുന്ന ഹബീബേ, അരുതായ്മയുടെ ആലയത്തിൽ മോചനത്തിന്റെ വെള്ളിടികൾ ഉയർത്തിയിട്ട് ആ സമുദായത്തെ മുഴുവനും മാതൃകായോഗ്യമായ സമുദായമാക്കി കൊണ്ടുവന്ന് ലോകത്താകമാനമുള്ള മാനവികതയുടെ മനതലങ്ങളിൽ മദീനതയോടുള്ള അനുരാഗത്തിന്റെ ആത്മവല്ലരികൾ തീർത്ത ഹബീബേ, അവിടുത്തേക്ക് സലാം. ഉറക്കെ ചെല്ലട്ടെ. വിമാ ഉമ്മയുടെ സവിധത്തിൽ നിന്ന്, അവരുടെ പ്രിയപ്പെട്ട മകൻ്റെതാകുന്ന സവിധത്തിൽ നിന്ന് ഒരുപാട് ഔലിയാക്കളുടെ, ഒരുപാട് മഹത്തുക്കളുടെ, ഒരുപാട് മുഅ്മിനീങ്ങളുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹിച്ചതാകുന്ന ഈ മണ്ണിൽ നിന്ന് റബീഉൽ അവ്വലിന്റെ വെള്ളിയാഴ്ച രാവിൽ പരിശുദ്ധ പ്രവാചകന്റെ തിരുഹളറത്തിലേക്ക് ഒരു സലാത്ത് ചൊല്ലട്ടെ. ചൊല്ലിക്കോ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നുള്ള ഈ സലാമിനെ നീ സ്വീകരിക്കണേ അല്ലാ. റസൂലുള്ളാഹിന്റെ തിരുഹളറത്തിലേക്ക് ഈ നിമിഷം തന്നെ എത്തിക്കണേ അല്ലാ. അവിടുത്തെ മദതും പൊരുത്തവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഈ സദസ്സിൽ വന്നു ചേർന്ന സർവ്വ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഒരുപാട് ആളുകൾ ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. ഫസലുദ്ദീൻ എന്ന സഹോദരനടക്കം ഒരുപാട് മുഅ്മിനീങ്ങൾ. അല്ലാഹു എല്ലാവർക്കും നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. ഈ മജ്ലിസിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾ, പ്രത്യേകിച്ച് ഉലമാക്കൾ, ഉമറാക്കൾ, ചെറിയ മക്കൾ വരെയുണ്ട്. എല്ലാവർക്കും ഹബീബായ നബി തങ്ങളുടെ മദദും അവിടുത്തെ ഹിഫ്ളും ഹിമായത്തും അവിടുത്തെ റിആയത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാ.
ഞങ്ങൾക്കേവർക്കും നാളെ ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന മജ്‌ലിസായി ഈ മജ്‌ലിസിനെ നീ സ്വീകാര്യമാക്കണേ അല്ലാഹ്. ബിഹഖ് സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ.